അപ്പോൾ നമ്മൾ ഒമാൻ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. ഫസ്റ്റ് ദിവസം നമ്മൾ ജബൽ താംസിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നലെ ഈ ഏരിയയിൽ വന്നു. അപ്പോൾ റാസൽ ഹുദിലുള്ള ടർട്ടിൽ ബീച്ചിലാണ് നമ്മൾക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ടർട്ടിലിനെ കാണാൻ പോയി. അത് കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ടർട്ടിലിനെ കണ്ടു, അതേപോലെ ഒരുപാട് ഡോൾഫിനെയൊക്കെ കണ്ടു. നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. ചെറിയ രീതിയിൽ ബോട്ടിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് ടർട്ടിലിനെ തൊട്ടടുത്ത് കാണാം, അതേപോലെ ഡോൾഫിനൊക്കെ കാണാം. സാൻഡ് ഫാമിലി സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഇപ്പോൾ 4:30 മണി കേട്ടോ. നമ്മൾ നേരത്തെ എഴുന്നേറ്റ് ടർട്ടിൽ ബീച്ചിലേക്ക് പോവാണ് ടർട്ടിലിനെ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് പോയി നോക്കാം ടർട്ടിലിനെ കാണാൻ പറ്റുമോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനെ റൈസായി വരുന്ന ഒരു സമയം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കുറച്ച് സമയം സൺറൈസിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. ഒമാന്റെ കിഴക്കേ അറ്റത്തുള്ള വിലായത്ത് സുർലാണ് റാസ് അൽ ഹാദ് ടർട്ടിൽ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. 1996 ഏപ്രിലാണ് ഈ പ്രദേശം പ്രകൃതി സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. ഏകദേശം 120 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് ഈ ഒരു പ്രദേശം. ആയിരക്കണക്കിന് പച്ച നിറമുള്ള ആമകൾ ഇവിടെ വന്ന് കൂടുകൂട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നു. ലോകത്തെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളാണ് വർഷം തോറും പ്രധാന ആകർഷണമായ പച്ച ആമകളെ നിരീക്ഷിക്കാൻ എത്തിച്ചേരും. ഒമാന്റെ തീരപ്രദേശത്ത് 275-ലധികം ബീച്ചുകളിൽ കൂടുകൂട്ടുന്ന ഈ പച്ച ആമകളുടെ എണ്ണം ഏകദേശം 20,000-ഓളമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പച്ച ആമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി സുൽത്താനേറ്റിനെ മാറ്റുന്നു. നമ്മൾ ഈ കാണുന്ന കടലാമകൾ അവരുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും കടലിലാണ് ചെലവഴിക്കുന്നത്. ഈ പ്രായപൂർത്തിയായ പെൺ ആമകൾ ഓരോ വർഷം തോറും മുട്ടയിടാൻ വേണ്ടി കരയിൽ വന്ന് മുട്ടയിട്ടിട്ട് കുറച്ച് സമയം ചെലവഴിക്കും. അവർ അതിനായി വളരെ ശാന്തമായ മണൽ ബീച്ചുകളാണ് തിരഞ്ഞെടുക്കുന്നത്. മെയ് മാസം മുതൽ ഓഗസ്റ്റ് വരെയാണ് ആമകൾ മുട്ടയിടുന്നതായിട്ട് കൂടുതൽ കണ്ടുവരുന്നത്. അതേപോലെ ഈ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ കടലിലേക്ക് പോകുന്നത് കാണണമെങ്കിൽ നമ്മൾ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്ത് വിസിറ്റ് ചെയ്ത് നമുക്ക് അതൊക്കെ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ടർട്ടിൽ ബീച്ചിലെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് വന്നു കേട്ടോ. അൽ സുക്കൂൺ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ റൂം എടുത്തത്. 200 ദിർഹംസ് ആണ് കേട്ടോ ഒരു ദിവസത്തെ റെന്റ് നമുക്ക് വന്നത്. അതേപോലെ ഈ ഒരു ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ നിന്നാൽ തന്നെ നമുക്ക് ആ ബീച്ചിന്റെ വലിയൊരു വ്യൂ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. ഫ്രണ്ടിൽ തന്നെ 2 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ കയറി വരുന്ന ഹാളിൽ വലിയൊരു സോഫ സെറ്റി, അതേപോലെ TV, അതേപോലെ ചെറിയൊരു ഫ്രിഡ്ജ്, അതേപോലെ ആ റൂമിൽ നിന്നാൽ തന്നെ നമുക്ക് ആ പുറത്തേക്കുള്ള നല്ലൊരു വ്യൂ നമുക്ക് അവിടെ കിട്ടും. അതേപോലെ നേരെ വന്നു കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമാണ്. കിങ് സൈസ് ബെഡ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതേപോലെ ആ ബെഡ്റൂമിൽ നിന്നാൽ തന്നെയും പുറത്തേക്കുള്ള നല്ലൊരു വ്യൂ നമുക്ക് അവിടെ കിട്ടും കേട്ടോ. നല്ലൊരു റൂമായിരുന്നു. അതേപോലെ ടോയ്ലറ്റും അത്യാവശ്യം വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ക്ലീൻ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് അടുത്തൊരു പരിപാടിയായ ബോട്ടിങ്ങിന് വേണ്ടി പോകണം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പോകണം. നമ്മളിനി അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർട്ടിലിനെ കാണാൻ പോകണം. ഒരു ബോട്ട് നമ്മളിപ്പോൾ റെൻറ്റിന് ബുക്ക് ചെയ്തിട്ട് അവിടുന്ന് ടർട്ടിലിനെയും പിന്നെ ഡോൾഫിനെയൊക്കെ കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. അതിന് 25 റിയാലാണ് അവർ പറഞ്ഞത്. ഈ റിസോർട്ടിൽ നിന്ന് നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ആ റോഡിൽ ഒരുപാട് പൊടിമീനുകൾ ഇങ്ങനെ ഉണക്കാനിട്ടേക്കുന്നത് കാണാൻ പറ്റിട്ടോ. അതുപോലെ അത് കൂട്ടി വെച്ചാൽ കാഴ്ച ഭയങ്കര രസമായിരുന്നു കാണാൻ. 2ാം ലോക മഹായുദ്ധ കാലത്ത് ഉപയോഗിച്ചിരുന്ന റൺവേ കൂടെ ഉണ്ടോ നമ്മൾ നടക്കണേ. ആ റൺവേ വ്യൂ ആണ് കാണുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്ററോളം നീളത്തിൽ ഫുള്ളിങ്ങനെ ടാർ ചെയ്തിട്ടാണ്. വലിയൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന് കണ്ടപ്പോൾ തന്നെ നമ്മളിങ്ങനെ നമുക്കിപ്പോൾ ഒരു വ്യത്യാസം തോന്നി. എന്താ വെച്ചാൽ നോർമൽ റോഡ് ഇത്ര രീതിയിൽ ഒരിക്കലും ടാർ ചെയ്യില്ല ഇങ്ങനെയുള്ള ഏരിയയിൽ. അപ്പോൾ നമുക്കിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ള 2ാം ലോക മഹായുദ്ധ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു റൺവേ. മുമ്പ് സൈനിക താവളം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു വിചാരിക്കാം. ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന പറയുമ്പോൾ ഭയങ്കര ഒരു സംഭവമല്ലേ. അതിൻ്റെ ഒരു സ്മാരകമാണ് ഈ കാണുന്നത്. 2ാം ലോക മഹായുദ്ധ കാലത്ത് ഉപയോഗിച്ചിരുന്ന റൺവേ കൂടെയാണ് നമ്മളിപ്പോൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു സ്മാരകമായിട്ടുള്ളൊരു സ്ഥലമാണിത്. അവിടുന്ന് ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോയത്. ബീച്ചിൽ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ കുറച്ച് നേരം ബീച്ചിൻ്റെ കാഴ്ചകൾ കണ്ടു നിന്നപ്പോഴേക്കും നമ്മുടെ ബുക്ക് ചെയ്ത ആ ഒരു
ബോട്ടിൻ്റെ ഓണറായ ഒമാനി ഒരു അടിപൊളി നിസാൻ പെട്രോളിൽ വന്നുട്ടോ. അപ്പോൾ ആള് വരുന്ന ഒരു കാഴ്ച തന്നെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. What's your name? Fail. 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 We can see dolphin? Inshallah. Inshallah. ഓക്കെ ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചേക്കാണ്. ഷട്ടിലിലും ഡോൾഫിനെയൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഡോൾഫിനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം എന്തായാലും. രണ്ടാമത്തെ കടലിൽ പോവാണ്, അടിപൊളിയാണ്. ആമേനെ കാണാൻ വേണ്ടി. ഡോൾഫിനെ കാണാൻ അറിയില്ല, നോക്കാം. നമ്മൾ കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ നമ്മൾ ബോട്ട് ഏകദേശം സ്റ്റോപ്പ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ആമകൾ ഒരുപാടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ വന്നത്. ബോട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് എന്താ വെച്ചാൽ ഈ ആമകൾ മൊത്തം വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും. ജസ്റ്റ് ഒന്ന് മേലേക്ക് വന്ന് ഇങ്ങനെ തലപൊക്കി നോക്കി നമ്മളെ കാണുമ്പോൾ തന്നെ അവർ നേരെ താഴത്തേക്ക് പോകുന്ന ഒരു രീതിയാണ് നമ്മളവിടെ പോയി കാണാൻ പറ്റിയത്. അതുകൊണ്ട് നമുക്കിങ്ങനെ വളരെ ശ്രദ്ധിച്ച് നിന്നാൽ മാത്രമാണ് ഈ ഒരു ആമകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ആമകളുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ മുന്നോട്ട് പോവാണ് ഡോൾഫിനെ കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഡോൾഫിൻ അവിടെ കണ്ടോ, ഒരുപാട് ഡോൾഫിൻ പോകുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്നല്ല, ഒരുപാട്, ഒരു 10 മിനിമം ഒരു 50 ഉണ്ട്. ഒരുപാട് വലിയൊരു കൂട്ടം ഡോൾഫിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ചേട്ടൻ നമ്മളെ കൊണ്ടുവന്ന ടൈമിങ് ബെസ്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ വന്ന സമയം എന്ന് പറയുന്നത് 11:30 മണി, അത്യാവശ്യം ചൂടുണ്ടെങ്കിലും ഡോൾഫിൻ ഒരുപാടുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. ഒരു 50 ഡോൾഫിനെങ്കിലും മിനിമം ഉണ്ടാവും. അതേപോലെ വലിയൊരു കൂട്ടാണ് തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടോ. അതേപോലെ നല്ലൊരു സൂപ്പർ ഒരു അനുഭവമായിരുന്നു. നമ്മൾ കണ്ട ഡോൾഫിൻ കൂട്ടത്തോടൊക്കെ നമ്മൾ ബായ് പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് നേരെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു കേട്ടോ. This is the point. This lighthouse. This lighthouse. Gulf Arab, Gulf Oman, Indian Ocean. Oh my God, really? These three together here. Together, yeah? Gulf Arab now little bit waves, you see? Yeah. A lot big waves. Yeah. And Gulf Oman now very quiet. Very good, yeah. In winter different. In Different. winter here quiet and this waves. Oh my God, this is a borderline. Yeah. അവിടുന്ന് നമ്മൾ പോയത് നേരെ സ്നോർക്കലിംഗ് ചെയ്യുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോയിട്ട്. നമ്മളെന്തായാലും ഈ പ്രാവശ്യത്തെ ട്രിപ്പിന് നമ്മൾ സ്നോർക്കലിംഗ് ചെയ്യുന്നില്ല, എങ്കിലും നമുക്ക് അണ്ടർഗ്രൗണ്ടിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ നേരെ അവിടെ നമ്മൾ തിരിച്ചു പോരാനുള്ള പരിപാടിയാണ് കേട്ടോ.
Welcome anytime. People coming? You and your friend, welcome. Okay. Welcome. Thank you so much. Welcome. Okay, thank you. Hey, you enjoy? Enjoy. Lot. Lot. Welcome. Okay. Okay. Enjoy your trip. Bye. നമ്മൾ ടർട്ടിലിനെ കാണാൻ പോയി. അതുപോലെ ടർട്ടിലാണെങ്കിൽ ഒരുപാട് ടർട്ടിലുണ്ട്. ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് ടർട്ടിലിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചെങ്കിലും ചെന്നപ്പോൾ നമുക്ക് ഒരു 10 എന്താ പറയുക 50 ഒന്നല്ല അതിന് മേലുള്ള ഡോൾഫിൻ്റെ വലിയൊരു കൂട്ടാണ്. അത് നമുക്ക് ഫുൾ ടൈം നമ്മളവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ. നല്ല വിഷ്വൽസ് കിട്ടി, നല്ല പോലെ എൻജോയ് ചെയ്തു. നല്ലൊരു ട്രിപ്പായിരുന്നു. നമ്മൾ ഇപ്പോൾ നമ്മൾ പോയ ബോട്ടിലെ ആളുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വെക്കുക കേട്ടോ. ആ നമ്പറിൽ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക. നല്ലൊരു ട്രിപ്പായിരിക്കും, നല്ലൊരു ഫ്രണ്ട്ലിയാണ്. പിന്നെ ഇതിൻ്റെ കൂടുതൽ സ്നോർക്കലിംഗ് കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ എക്യുപ്മെൻ്റ് ആൾ തരും. അതിനുള്ളൊരു ഓപ്ഷൻ കൂടി ആൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടി നമ്മൾ 25 റിയാലാണ് കൊടുത്തത്. റാസ് അൽ ഹാദിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇപ്പം പോകുന്നത് സുർ ബീച്ചും അതുപോലെ സുർ സിറ്റിയും കാണാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒമാൻ്റെ കിഴക്കേ അറ്റത്തുള്ള ഒരു തുറമുഖ നഗരമാണ് സുർ. ഇപ്പോഴും പരമ്പരാഗതമായ തടി കൊണ്ടുള്ള കപ്പലുകൾ നിർമ്മിക്കുന്ന അതിൻ്റെ കപ്പൽശാലകൾ ഒമാൻ്റെ സമുദ്ര ഭൂതകാലത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിരുന്നു. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാദി അൽ ഫുലൈജ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഡാമാണ് കേട്ടോ. സുർ നഗരത്തിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി മാത്രം പണിതിരിക്കുന്ന ഒരു ഡാമാണ് വാദി അൽ ഫുലൈജ്. നമ്മുടെ അടുത്തൊരു ലൊക്കേഷനായ വാദി ബാനി ഖാലിദിലെ വിശേഷങ്ങളും പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു എപ്പിസോഡ് കാണാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നു.